എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് ഹർത്താലാണ്, എല്ലാവരും വീട്ടിലുണ്ടാവും. എൻ്റെ അച്ഛനൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ബെഡൊക്കെ നീറ്റായിട്ട് വൃത്തിയാക്കി വെച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പണികളിലോട്ട് കടന്നു കേട്ടോ. അപ്പോൾ വേഗം തുടച്ചു, പിന്നെ അലക്കാനൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ അമ്മേനോട് ഞാൻ പറഞ്ഞിരുന്നു ഒരു വ്ളോഗ് എടുക്കുമ്പോൾ അതിൻ്റേതായ ഇതിൽ നിൽക്കണമെന്ന്. അപ്പോൾ അമ്മ എന്താക്കി എൻ്റെ കൂടെ തന്നെ നിന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോനെ എടുത്തിട്ട് കുറച്ച് നേരം അങ്ങോട്ട് ഉലാത്തുകയെന്ന് പറയില്ല, അങ്ങനെ ഉലാത്തി കേട്ടോ. കാരണം സമയം കിട്ടാറില്ല എപ്പോഴും. അപ്പോൾ ഇന്നങ്ങോട്ട് സമയം കിട്ടിയപ്പോൾ അങ്ങോട്ട് കാര്യമായിട്ട് അവൻ്റെ അടുത്ത് അങ്ങ് നടന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം TV ഒക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ചിരുന്നു. പിന്നെ നമ്മൾ ചായ കുടിച്ചോട്ടെ. ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് നമുക്ക് ദോശയും കടലക്കറിയും ചായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കുറച്ച് നമ്മുടെ ലാഗായി പോയി കേട്ടോ. കാരണം എന്താ പറയുക, അമ്മയ്ക്ക് പെട്ടെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അയൽക്കൂട്ടത്തിൻ്റെ എന്തോ ഒരു പ്രോഗ്രാമിൻ്റെ എന്തോ മീറ്റിംഗ് എന്തോ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി അമ്മ പോയിട്ടോ. അപ്പോൾ നമ്മൾ ഹർത്താലായതുകൊണ്ട് ഓൾറെഡി ഇവിടെ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു ബിരിയാണി വെക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻസിലായിരുന്നു. ഓൾറെഡി ഞാൻ ഇന്നലെ തന്നെ വെക്കാൻ വേണ്ടി വേഗം പണി വേഗം കഴിഞ്ഞോട്ടെ വെച്ചിട്ട് ഉള്ളിയൊക്കെ മുറിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ അമ്മ വേഗം മസാലയൊക്കെ തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അമ്മ പെട്ടെന്ന് ഒരു പോക്ക് പോയി. അപ്പോഴത്തേക്കും മോനെ കുളിപ്പിക്കണം, മോനെ കൊടുക്കുക, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറേ പണി ഉണ്ടായിരുന്നു. പിന്നെ അടുക്കളൊക്കെ ഒരു ബാക്കിയായിരുന്നു. കാരണം അറിയാമല്ലോ, ബിരിയാണിക്ക് വെക്കാൻ നിന്ന പാത്രങ്ങളൊക്കെ ഫുൾ. പിന്നെ നമ്മൾ ചായ കുടിച്ചതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി പിന്നെ വേഗം അപ്പോഴത്തേക്കും മോൻ വാശി പിടിക്കാൻ തുടങ്ങി. ആരുടെ അടുത്തും നിൽക്കുന്നില്ല. അവനിപ്പം ആരുടെ അടുത്തും നിൽക്കാറില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, കുറേ നേരം നിൽക്കില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കണ്ട എൻ്റെ അടുത്തോട്ട് വരും ചെയ്യും. അപ്പോൾ പിന്നെ അങ്ങനെ അവനെ വേഗം റെഡിയാക്കി കുളിപ്പിച്ച് അവന് പുറക്കിയിട്ടുണ്ട്, കുറുക്കൊക്കെ കൊടുത്തിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ചോറ് വെച്ചിട്ടില്ല. അപ്പോൾ ചോറിനുള്ള പരിപാടി എന്നിട്ട് പിന്നെ അത് ദം ഇടണം. പിന്നെ സാധാ ചോറും വെച്ചിട്ടുണ്ട്. ഇനി അതിനുള്ള കറി എന്തെങ്കിലും തട്ടിക്കൂട്ടണം. അപ്പോഴത്തേക്ക് അമ്മ വരികയാണെങ്കിൽ ഞാനത് അമ്മയ്ക്ക് കൈമാറും. പിന്നെ നമ്മൾ നേരം വൈകിയാണല്ലോ എണീച്ചത്. അപ്പോൾ എണീച്ചതുകൊണ്ട് അതിൻ്റെ കുറച്ച് ലാഗായി. പിന്നെ കുറേ എത്രയോ ആയി മോനെ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ നടക്കാറില്ല, രാവിലെ ഒന്നും ഞാൻ നടക്കാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ അതിനുള്ള സമയം കിട്ടിയ കുറച്ച് നേരം TV കാണാനും പിന്നെ അവനെ അടുത്തൊന്ന് നടക്കാനും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ആ സമയം ഞാനൊന്ന് ആസ്വദിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് ചായക്കും കടിയൊക്കെ കൊടുത്ത് കുറച്ച് നേരം നിന്നു. പിന്നെയാണ് വാശി പിടിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ നമുക്ക് ബാക്കി പണികളും നോക്കട്ടെ. അടിക്കലും തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ചോറ് വെച്ചിട്ട് വേണം നമുക്ക് പോയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും അമ്മ വരുമായിരിക്കും വിചാരിക്കുന്നു, അറിയില്ല. ഇനി ഉച്ചവരെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മഹാൻ ഇവിടെ യൂണിയൻ ഇനാഗ്രേഷനാന്ന് പറഞ്ഞിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ഹർത്താലിൻ്റെ അത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ അതൊരു വഴിക്കുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. ഹർത്താലിൻ്റെ എല്ലാവരും വീട്ടിലുണ്ടാവും എന്ന് വിചാരിച്ച് വ്ളോഗ് എടുക്കാത്തത് ഞാനിപ്പോൾ ആരെയും ശശിയായി. ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി പരിപാടികൾ നോക്കട്ടെ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ സെറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചോറും കൂടെ റെഡിയാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വേഗം ചോറുണ്ടാക്കാൻ നോക്കാം. മോൻ എണീക്കുമ്പോഴത്തേക്കും വേഗം സഡബടേന്ന് പറഞ്ഞ പരിപാടിയൊക്കെ തീർക്കണം. അപ്പം ചോറിനുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അളവിൻ്റെ കാര്യമൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അരി എത്ര എടുക്കണം, വെള്ളം എത്ര ഒഴിക്കണം എന്നൊക്കെ. അതൊക്കെ വെച്ച് നമ്മൾ ചെയ്യാൻ. ഇപ്പോൾ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ ഓരോ സമയം ഓരോ പരിപാടി ഉണ്ടാക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ആദ്യം അരി ഇട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ചു. പക്ഷേ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതിൽ അരി ഇടാൻ നിൽക്കാം. എങ്ങനെയും ചോറായാൽ മതിയല്ലോ. ഒക്കെ തിളയ്ക്കുന്നവരെ നോക്കി നിൽക്കാം. കാണാൻ വലിയ ലുക്കൊന്നുമില്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് തന്നെ കണ്ണു വെച്ചിട്ട് പിന്നെ ടേസ്റ്റ് ഇല്ലാതാക്കണ്ട. അമ്മയാണെങ്കിൽ ഇപ്പം എന്നെ ചീത്ത പറഞ്ഞേ. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അരി ഇടാം. അപ്പം ഞാൻ വെച്ചു എന്തായാലും വെറുതെ വെക്കല്ലേ. അപ്പം നമുക്ക് വർത്താൻ പറഞ്ഞു കൊടുക്കണം. ഒരു സമയം പോകുമല്ലോ. അപ്പം കുറേ പണിയുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. കുറേ എന്താ പറയുക, വലിയ വ്ളോഗേഴ്സ് പറയുമ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. മടിയാണ്, ഭയങ്കര മടിയാണ്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഇത് ARM കാണണം എന്നൊക്കെ. ARM കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല, കണ്ട് തീർത്തിട്ടില്ല. അപ്പോൾ അതുവരെ അന്ന് എത്ര കണ്ടോ അത്ര അതിൽ തന്നെ നിൽക്കുകയാണ്. പിന്നെന്താ, ഒന്നാമത് പിന്നെ ഫോൺ അമ്മേൻ്റെ ഇത് കയറ്റിയതുകൊണ്ട് അമ്മ പോകുമ്പോൾ പിന്നെ ഫോൺ കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അമ്മ വരുന്നവരെ വെയിറ്റ് ചെയ്യും. പിന്നെ അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത് എൻ്റെ ഫോണിൽ ഓഫറില്ല. അപ്പോൾ പിന്നെ അമ്മേൻ്റെ വൈഫൈ ഇതാക്കിയിട്ട് അങ്ങനെ പിന്നെ ഫോൺ ഇൻസ്റ്റയും യൂട്യൂബും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഷോർട്സ് ഇടുക, അങ്ങനെ എഡിറ്റ് ചെയ്യുക. എന്നല്ലാതെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ മടിയാണ്. ആരും എഡിറ്റ് ചെയ്തൊന്നും നല്ല ഉപകാരമായിരുന്നു. പക്ഷെ ആരും എഡിറ്റ് ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ അതങ്ങനെ ഒരു വഴിക്ക് ARM കാണണം. ARM ഇന്ന് കാണുമെന്നറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമരൻ ഇറങ്ങിയത്. അപ്പോൾ അത് കാണുന്നുണ്ട്. ഇന്നലെയൊക്കെ ഇരുന്ന് ഇൻസ്റ്റയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു വീഡിയോ. അപ്പം ഭയങ്കര നല്ലൊരു സിനിമയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വെച്ചു അത് കാണണം. അവരോട് ഞാൻ ഇന്നലെ രാത്രി ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഇറങ്ങിയോ കാണാൻ. അപ്പം അത് ഡൗൺലോഡ് ചെയ്ത് അത് കാണണമെന്ന് വിചാരിക്കുന്നത്. കഴിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം. കൂടാതെ പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കില്ല. എന്താണ് ചെയ്യുന്നത് അതല്ലേ സംസാരിക്കുള്ളൂ. ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ചോറായി കഴിഞ്ഞാൽ ഞാൻ പോയി കുളിക്കാം. പിന്നെ അതിനകത്തേക്ക് അമ്മയൊക്കെ വരും. പിന്നെ ഫുഡ് കഴിക്കുക. ഡാൻസ് താരം വരുമോ എന്തോ അറിയില്ല, അങ്ങനെ ഞാൻ ഒഴിവാക്കി. പിന്നെ വൈകുന്നേരം വലിയമ്മേൻ്റെ മോൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ വരുമായിരിക്കും. അത് ഞാൻ വിളിച്ച് വരുത്തുന്നതാണ്. അപ്പം പറഞ്ഞിട്ട് കുറേ ആയി അവൻ വന്നിട്ട്, ഒരു മാസം ആയി വന്നിട്ട്. അപ്പോൾ അവനെ വിളിച്ച് വരുത്തുന്നുണ്ട്. വരാൻ ഇപ്പോൾ 6 മണിക്ക് ശേഷമല്ലേ വരാൻ പറ്റുള്ളൂ. അങ്ങനെ അവൻ വരുമായിരിക്കും, വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സാലഡ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. വെറുതെ കല്ല് സമയം വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ
അപ്പോൾ നമ്മളിങ്ങനെ കക്കിരി എടുത്തിട്ടുണ്ട്, പിന്നെ ഉള്ളി, പച്ചമുളക്. അപ്പോൾ നമ്മൾ സുർക്ക, തൈരില്ല കേട്ടോ, അപ്പോൾ നമ്മൾ സുർക്കയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. തക്കാളി എനിക്കിഷ്ടമല്ല, തക്കാളി ഒന്നാമത് ഇഷ്ടമല്ല, പിന്നെ തക്കാളി ഇട്ടാൽ അത് മാറ്റി വെച്ച് തന്നാൽ പിന്നെ നല്ല ഇതുണ്ട്. ഓക്കെ, ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സുർക്കയിലാട്ടോട്ട്, തൈരില്ല, അപ്പോൾ നമ്മൾ സുർക്കയിലാണ് ഇട്ടത്. നമ്മൾ ദമ്മിടൽ പരിപാടികളിലോട്ട് കടന്നു കേട്ടോ. അപ്പോൾ ഫുള്ള് ദമ്മിടാൻ നേരത്തെ എടുത്തില്ല കേട്ടോ, എൻ്റേതായ രീതിക്കാണ്. അതുകൊണ്ടാണ് കുറച്ച് കക്കിരിയൊക്കെ എക്സ്ട്രാ ഞാൻ വെച്ചത്. എന്തിനാണോ എന്തോ അറിയില്ല, വെറുതെ ഒരു ഭംഗിക്കിരുന്നോട്ടെ വിചാരിച്ചു. പിന്നെ ഇത് മൂടി വെക്കട്ടെ, ദമ്മിടട്ടെ. അപ്പോഴത്തേക്കും എൻ്റെ മകൻ എണീച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നോക്കി ഇനിയിപ്പോൾ വേഗം പോയിട്ട് കുളിച്ചിട്ടൊക്കെ വരണം. ഇത് കുളിച്ചിട്ടൊക്കെ കാണാം കേട്ടോ. അപ്പോഴാണ് ഐസിൻ്റെ ഒച്ച കേട്ടോ. അപ്പോൾ ഐസ് വണ്ടി ഇങ്ങനെ നമ്മൾ വേനൽക്കാലമായാൽ വരില്ലേ, അപ്പോൾ അച്ഛനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐസ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിസ്തയാണ് കേട്ടോ വാങ്ങി. അപ്പോൾ അങ്ങനെ 3 എണ്ണം വാങ്ങിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചേ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ, കുളിയൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ തല വാഷിംഗ് ഡേ അല്ല, നമ്മൾ തല കുളിച്ചിട്ടില്ല, മീലൊക്കെ കഴുകി നമ്മൾ വന്നു. അപ്പം ഇനിയിപ്പോൾ എന്താ, മോന് താഴെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതാ ഞാൻ താഴെ ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മ വന്നു. അപ്പോൾ ഇനി നമ്മൾ കണ്ണതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട്, അപ്പോൾ ഒരു ലുക്കില്ലാതെ ബിരിയാണി വിളമ്പി തന്നതിന് അമ്മയോട് ഞാൻ പറയായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ചിക്കുവിനെ ഉറക്കി കിടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് എൻ്റെ റൂമിൽ നിന്നിട്ട് ഇതാക്കാതെ ഉറക്കി കിടത്തിയിരിക്കണം. ഇപ്പോൾ ഉറക്കിയിട്ടേ ഉള്ളൂ. അപ്പം ഇനി കുറച്ച് എനിക്ക് എഡിറ്റിംഗ് പരിപാടീസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ മടിയാണ് ചെയ്യാൻ, പിന്നെ വീഡിയോ ഇട്ടണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. പിന്നെ അതുകൂടാതെ ഇതിപ്പോൾ അമ്മേൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ. ഫ്രണ്ട് അമ്മ ദോസ്താണ്, അമ്മേൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ വേഗം ചെയ്തിട്ട്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ അമ്മ വല്യമ്മേനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ലീവായാൽ ഇതാണ് അവസ്ഥ. ഞാൻ ചായ കൊടുത്തിട്ട് വരാം. ഇപ്പോൾ സന്ധ്യ ആയിട്ടോ. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ വെച്ച് ഇപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഞാനും അമ്മയേ ഉള്ളൂ, പിന്നെ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനില്ല, അച്ഛൻ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ വൃശ്ചികമാസം തുടങ്ങിയില്ല, അപ്പോൾ ഇനി 41 വരെ അച്ഛൻ അമ്പലത്തിൽ തന്നെ ആയിരിക്കും, ഭജനയൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ അമ്പലത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ സമയം വൈകും, ഭജന കഴിഞ്ഞിട്ട് അച്ഛൻ വരുള്ളൂ. 9:30, ഇപ്പോൾ 2 ദിവസമൊക്കെ ആയിട്ട് 9:30 കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വിശക്കണം, നമ്മൾ നേരത്തെ ചോറിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ദിവസം നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ട് 2 ദിവസം അച്ഛനെ കത്തുന്നു. പിന്നെ ഇനി അങ്ങോട്ട് പോകുന്തോറും നമ്മൾ നേരത്തെ ചിലപ്പോൾ വിശപ്പിനനുസരിച്ചേക്കും ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അത്രയ്ക്ക് തന്നെ വീഡിയോയിൽ ഉണ്ടാവുള്ളൂ. നോക്കട്ടെ, ഇനി എടുക്കാൻ പറ്റുമോ ഏതാ നോക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ കസിൻ വരുന്നുണ്ടെന്ന്, അവനും ഇതുവരെ എത്തിയിട്ടില്ല. കാരണം 6 മണി ഹർത്താലായതുകൊണ്ട് ഇനി 6 മണിക്ക് ശേഷമല്ലേ വണ്ടിയൊക്കെ വിടുള്ളൂ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് അവൻ വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവൻ വരും. അങ്ങനെ ആണ് കാര്യങ്ങളൊക്കെ. ഇനി ഫുഡ് കഴിക്കുക, കിടക്കുക. അപ്പോൾ ആശാനെ ഞാൻ ഉറക്കി കിടത്തിയിട്ടുണ്ട്, നേരത്തെ ഉറങ്ങിയിട്ടുണ്ട് എന്തോ ഭാഗ്യം കൊണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ 10:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കിടന്നു. അച്ഛൻ വന്നത് 9:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ കിടന്ന് മോനൊക്കെ കിടത്തി, എല്ലാവരും കിടന്നിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ എല്ലാം എന്താ പറയുക കവർ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. കുറച്ചൊക്കെ വിട്ടുപോയി, കുറേയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ, നമ്മൾ കുറച്ച് നേരം അപ്പുറം വീട്ടിലായിരുന്നു കേട്ടോ, കുറച്ച് ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഷോർട്സ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇനിയും കളിക്കണോ വേണ്ടിയോ എന്നുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ എന്താ ഡാൻസ് പഠിക്കാൻ വിട്ടപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓരോരോ കാര്യങ്ങൾ, അപ്പോൾ ഓരോരോ അസുഖങ്ങളിരുന്നു, ഇല്ലാത്ത അസുഖങ്ങളില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കളിക്കാൻ മടിച്ചു തന്നു. ഇപ്പോൾ ഒരു കുട്ടിയായി കഴിഞ്ഞപ്പോഴാണ് കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് വരുന്നത്. പ്രായമൊന്നും ഇപ്പോൾ നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഡാൻസൊക്കെ പഠിച്ച് വന്ന് ഇരിക്കുന്നു. അപ്പോഴത്തേക്കും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു ഹർത്താൽ ദിവസം അല്ല, നോർമലി ഒരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഇപ്പോൾ നടന്നത് ഇപ്പം വീട്ടിലമ്മേൻ്റെ ഫ്രണ്ട് വന്നു എന്ന് പറഞ്ഞതും പിന്നെ നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോയത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം, എന്നാലേ നമുക്കൊരു എനർജി ഉണ്ടാവുള്ളൂ. കാരണം ഇമ്പ്രൂവ് ചെയ്യേണ്ടതും എന്തൊക്കെ മാറ്റം വരുത്തണം ഒക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ, കാരണം നമ്മളൊരു സ്റ്റാർട്ടിങ് അല്ലേ, അപ്പോൾ നമുക്കറിയില്ലല്ലോ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം. അപ്പം നിങ്ങൾ കമൻറ്റ് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നോക്കുമല്ലോ, ശ്രദ്ധിക്കുമല്ലോ. അപ്പം പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ.